സ്കാം പ്രൊമോഷന്റെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് സത്യം പറഞ്ഞാൽ ഞാൻ അതിരുന്ന് കണ്ടിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായി. പിന്നെ ബ്ലെസ്ലിയുടെ ഒരു സ്റ്റോറിയും കൂടെ എടുത്ത് പിന്നെ അല്ലാതെ കുറെ യൂട്യൂബേഴ്സ് അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതെന്താ സംഭവം എന്ന് അറിയാൻ, അതെ ഇപ്പോഴും എന്താണെന്ന് അറിയാൻ വേണ്ടി മൊത്തത്തിൽ ഒരു വീഡിയോ ഇരുന്ന് കണ്ടത്. അവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ. ശരിക്കും അത് എന്തായിരുന്നു സംഭവിച്ചത്? സത്യത്തില് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പം ഇപ്പൊ എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വ്യൂവേഴ്സ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ വരുമല്ലോ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുണ്ട്, ഒരു ഏട്ടനുണ്ട്. ആ ഏട്ടനാണ് അത് കഴിഞ്ഞിട്ടേ എൻ്റെ അടുത്ത് വരുള്ളൂ. ആ ഏട്ടനാണ് ബാക്ക്ഗ്രൗണ്ടും എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് പറയാം. അപ്പൊ ഞാൻ കൂടുതൽ അത് അന്വേഷിക്കാറില്ല. എനിക്കറിയാം വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണല്ലോ. വർഷങ്ങളായിട്ടല്ല, മാസങ്ങളായിട്ട്. ഓക്കെ. അപ്പം അവരെന്തോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഞാനത് സത്യത്തിൽ ഞാനിവിടെ ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല. കാരണം എൻ്റെ 10 തെറ്റുണ്ട്. അത് ഞാൻ ഓൾറെഡി ഞാനിത് ചോദിച്ചത് എന്തായിരുന്നു അത് സംഭവം എന്നുള്ളത്. ലൈക്ക് ഇപ്പൊ കാണുന്നവർക്കും എത്തിക്കോട്ടെ, എനിക്കും അത് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല സത്യത്തിൽ. അതിന് ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പം തന്നെയാണ് ഈ സ്കാം അലേർട്ടിൻ്റെ ഇത് വന്നത്. എന്തോ 10 മിനിറ്റ്സിലോ അങ്ങനെ എന്തോ ആണ് ആ സംഭവം വന്നത്, സ്കാം അലേർട്ടിന് വന്നിട്ട്. ഞാൻ അപ്പം തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. സത്യത്തിൽ ഞാൻ ഒരിക്കലും ഒരാൾക്കൊരു റോങ് ഇൻഫർമേഷൻ കൊടുക്കണം വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ പൈസക്ക് വേണ്ടി എന്തും ചെയ്യണം എന്ന് എനിക്കില്ല. എനിക്ക് ഒരുപാട് വീഡിയോകൾ എനിക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിന് ഇറങ്ങിയപ്പോഴും എനിക്ക് ഇതുപോലത്തെ ഈ ക്യാഷ് ഇട്ടിട്ടുള്ള സംഭവത്തിൻ്റെ കുറേ വീഡിയോ പ്രൊമോഷൻ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഇതാണെങ്കിൽ പോലും ഞാൻ അതിലെവിടെയും ഞാൻ ഒരാളോട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാനിതിൽ പറയുന്നില്ല. ഇങ്ങനൊരു വ്യക്തി ഉണ്ട്, ഈ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്താൽ അത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും. അത്രയും ഞാൻ അതിൽ മെൻഷൻ ചെയ്തു. അത് ഞാൻ സ്കാം ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. കാരണം എനിക്കൊരാൾക്കൊരു റോങ് ഇൻഫർമേഷൻ കൊടുക്കണ്ട. ഓക്കെ. ഇതിൽ സത്യത്തിൽ പറ്റിക്കപ്പെട്ടത് ഞാനും കൂടിയാണ്. ഇപ്പം ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ഇതിൽ. അപ്പം അവരെങ്ങനെ ഞാൻ എത്രയാണോ ഇതിൽ എമൗണ്ട് പറഞ്ഞാൽ എനിക്ക് ആ എമൗണ്ട് കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ. ഈ ഇത് ചെയ്തതിൻ്റെ എനിക്കത് വേണ്ടതാണ്, ഈ പ്രൊമോഷൻ ചെയ്തത് എനിക്കത് വേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു തെറ്റായ ഇൻഫർമേഷൻ എനിക്ക് ഒരാൾക്കും കൊടുക്കണ്ട. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേസ് കൊടുക്കും. കാരണം എനിക്കും കൂടെ അറിയണം ഇതെന്താണ് സംഭവം, ഇതാണ്. കാരണം ഞാൻ ഇന്ന് പറ്റിക്കപ്പെട്ട പോലെ വേറൊരാൾ നാളെ പറ്റിക്കപ്പെടരുത്. ഇപ്പൊ ഇവര് പറഞ്ഞു 13,000 രൂപ അതൊരു ചെറിയൊരു പൈസയല്ലേ, അത് ദിൽഷയ്ക്ക് കൊടുത്തൂടെ എന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ ഇപ്പൊ പറഞ്ഞു. 13,000 രൂപ ഒരു ചെറിയ പൈസയാണോ? അല്ല, ഒരിക്കലല്ല. ഞാൻ ജനിച്ചത് വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ടോ അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്നൊന്നും ജനിച്ച ഒരാളല്ല. 1 രൂപയുടെ വില പോലും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നതൊക്കെ. ഈ 13,000 രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ഈ 13,000 രൂപയും. എനിക്കത് അവർക്ക് കൊടുക്കുന്നതിൽ എനിക്കൊരു വിഷയമില്ല. ഈ ക്യാഷ് ഇട്ടു എന്ന് പറഞ്ഞ വ്യക്തി ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോ ഇട്ടൊരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അപ്പം തന്നെ അത് കഴിഞ്ഞ് ഞാൻ നൈറ്റ് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് സംഭവം, എൻ്റെ അടുത്ത് പറ്റിപ്പോയി തെറ്റാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വ്യക്തി അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ വീഡിയോ കണ്ടിട്ടും എന്തിനാണ് ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല. എന്നിട്ട് ആ കുട്ടി പറ്റിക്കപ്പെട്ടു, വീണ്ടും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. അതും എന്തിനാണെന്ന് എനിക്ക് അറിയില്ല സത്യം. രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തു. അതും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി അത് ശരിക്കുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നിപ്പോ ഞാൻ ആ കുട്ടിക്ക് 13,000 രൂപ കൊടുത്തു. നാളെ വേറൊരാൾക്ക് എന്തുകൊണ്ട് ഞാൻ 50,000 രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഈ ക്യാഷ് വേണമെന്ന് പറഞ്ഞ് വന്നൂടാ? ഞാൻ അങ്ങനെ ഡീൽ ചെയ്യുന്നതിന് പകരം ഞാൻ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാണ് ഇതിനെതിരെ. ഇന്ന് കൂടെ എനിക്ക് വക്കീലുമായിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അതിനും കൂടിയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇതിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടല്ല. എൻ്റെ അഡ്വക്കേറ്റ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ പറഞ്ഞ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കരുത്, ഈ കേസ് എന്താവും എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ക്യാഷ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാത്ത പക്ഷെ ക്യാഷ് കൊടുക്കരുത്. Hello! Start a SmileyTrips.com franchise at just $1 lakh. Contact SmileyTrips.com now. എങ്ങനെ മനസ്സിലായേ അതായത് ആ വീഡിയോ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളത്? ആ കുട്ടി പറഞ്ഞു നമ്മളടുത്ത് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനിയത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന സമയത്താണ് ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അനിയത്തി ചോദിച്ചു, അതിന് മുന്നേ ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് കണ്ടിട്ട് എന്തിനാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത്? അപ്പൊ കുറെ കിടന്ന് ഇങ്ങനെ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യത്തിൽ ഞാൻ ഒരു
റോങ് ഒരു ഇന്റൻഷൻ കൂടിയായിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ഒരാളടുത്തും എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇട്ടെന്ന് പറയുന്ന ക്യാഷ് അത് എൻ്റെ അക്കൗണ്ടിലോട്ടല്ല വരുന്നത്, അത് പോകുന്നത് ആ വേമിക എന്ന് പറഞ്ഞ കുട്ടിയുടെ അക്കൗണ്ടിലോട്ടാണ്. എനിക്കിതിൽ ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല. ഇവർ ആര് ക്യാഷ് ഇട്ടാലും ഇവർക്ക് ഇനി ഡബിൾ അടിച്ചാലും അത് അവർക്ക് അടിക്കാൻ പോകുന്ന ക്യാഷാണ്, എനിക്കല്ല. അപ്പം ഞാനപ്പം ലൈക്ക് എൻ്റെ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ക്യാഷ് ഒന്നും ഇപ്പം കൊടുക്കരുത്, കേസ് നമുക്ക് എന്തായി അറിഞ്ഞതിന് ശേഷം മാത്രം അവർ പറയുമ്പോൾ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ ഡീൽ ചെയ്തത്. അല്ലാതെ ഇത്രയും പ്രോഗ്രാം ചെയ്യുന്നില്ലേ, ഒരു 13,000 രൂപ കൊടുത്ത് ആ കേസ് അങ്ങ് ഒതുക്കിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും മെസ്സേജ് അയച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 13,000 രൂപ ഒരു ചെറിയ തുകയല്ല, അതൊരു വലിയ തുകയാണ്. ഈ കേസ് എനിക്കത് കൊടുക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല, എനിക്കറിയാത്തൊരു വ്യക്തി ആ 13,000 രൂപ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് സത്യമായിട്ടുള്ളൊരു സംഭവമാണോ ഒന്നും എനിക്കറിയില്ല. അപ്പം അതിനെ ഇങ്ങനൊരു രീതിയിൽ ഡീൽ ചെയ്യാതെ അതിനെ നിയമപരമായൊരു രീതിയിൽ ഡീൽ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം തന്നെ ഒരു വീഡിയോ ഇറങ്ങിയൊരു വീഡിയോ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ചാനലിൽ നിന്ന് അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തതെന്ന്, ക്യാഷ് കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തതെന്ന്. ആ വ്യക്തിക്ക് എന്തുകൊണ്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൂടാ, എന്താണ് ഈ കേസ്, എന്തുകൊണ്ട് 13,000 രൂപ കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ അടുത്ത് നിർത്തും ഇല്ല. അപ്പം എനിക്ക് ഈ വീഡിയോ ഇടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് തമിഴിൽ ഞാൻ തട്ടിപ്പുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ തട്ടിച്ചിട്ടും 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. ആ വീഡിയോ ചെയ്തതിൻ്റെ കാശ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ. ഓക്കെ, ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും, എനിക്ക് അതിന് 5 പൈസ വേണ്ട താനും. ഞാൻ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ചിലർക്ക് ഞാൻ ഫ്രീ ആയിട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ക്യാഷിനോടുള്ള ഒരു ആക്രാന്തം കൊണ്ടൊന്നല്ല, ഞാൻ കാരണം ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണ്. ഒരാൾ സ്ട്രഗിൾ, ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരാളുടെ സ്ട്രഗിൾ എന്താണെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാളെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണത്. ഒരുപാട് പേര് ക്രിപ്റ്റോന്റെ പേരിൽ വീഡിയോ ചെയ്തിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ആളുകൾ വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തട്ടിപ്പിന്റെ പേരിൽ ഇതാക്കിയിട്ടൊന്നും ഞാൻ ഇതൊരു കേസ് കൊടുത്തൊന്നും ഇതാക്കിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിലും ഒരാളടുത്ത് പോലും ക്യാഷ് ഇടാൻ ഞാൻ എവിടെയും പറയുന്നില്ല. ഞാൻ അതിൽ പറഞ്ഞൊരു തെറ്റുന്നുണ്ട്, 100% ട്രസ്റ്റബിൾ ആണ് ഈ പേജ് എന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ തെറ്റാണ്. അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു പേജുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കണമായിരുന്നു, ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടേ ഞാൻ ചെയ്യാൻ പാടുള്ളായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് തട്ടിപ്പുകാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു ക്യാഷ് പോലും ഞാൻ തട്ടിപ്പറിച്ചെടുത്തിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു ക്യാഷ് വേണ്ടെന്നാണ്. എനിക്ക് ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് മതി, എനിക്കത് തന്നെ ധാരാളം. അപ്പം എനിക്ക് ഈ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിനെ കുറിച്ചൊരു ഒരു കാര്യം പറയുമ്പം അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് പേര് അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. കുറെ ഇപ്പം ഇവരിട്ട് വീഡിയോയിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും. എനിക്കൊരു പേഴ്സണൽ ലൈഫുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എടുത്തിട്ട് എനിക്ക് ഈ ജനങ്ങളടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് എൻ്റെ വക്കീലിനെ കാണാൻ പോവാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം കേസ് നടക്കാൻ പോവാണ്, അതല്ല ഇതാണ് അതാണ്, എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കേസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയാം. അത് പേഴ്സണലായിട്ടാണ് എനിക്ക് ഡീൽ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. ഒരു ഫൈനൽ ഔട്ട് എന്താന്ന് വെച്ചാൽ അത് അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ റിസൾട്ട് വരുമോ? ഇല്ല, എല്ലാത്തിനും സമയമെടുക്കും. ആ സമയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരാളെ പറ്റിക്ക് ഇതാക്കി ഒന്നും ചെയ്തില്ല. അപ്പം ഈ വലിയ വലിയ തമ്മിലൊക്കെ ഇട്ടിട്ട് തട്ടിപ്പുകാരി അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ. അപ്പൊ അനീത്തിയുടെ വോയിസ് ക്ലിപ്പ് ആയിരുന്നു ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ, ഓക്കെ. ഒരാളല്ലേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ഇതുപോലെ വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. അനീത്തിയുടെ വോയിസ് ക്ലിപ്പ് ആണെങ്കിലും ഒബ്വിയസ്ലി ഞാൻ അവളുടെ ചേച്ചിയാണ്. എന്നെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും ദേഷ്യം വരും. അതിന്റെ ആ ഒരു ഇതിൽ അവൾ പറഞ്ഞൊരു വോയിസ് ക്ലിപ്പാണത്. പിന്നെ ഓൾറെഡി നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് കാര്യം പറഞ്ഞതാണ് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അനീത്തിനെ കോണ്ടാക്ട് ചെയ്തു. എന്റെ അനീത്തി നല്ല രീതിയിലാണ് ആ വ്യക്തിയായിട്ട് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഇതാക്കിയത്. ഇപ്പൊ അവളിപ്പോ പുറത്ത് UK പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവിടെയും ഒരുപാട് മെസ്സേജുകൾ അയക്കുക, ഒരുപാട് കോളുകൾ ചെയ്യുക, മെസ്സേജുകൾ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, എന്തായാലും സഹായിക്കാൻ നിങ്ങൾക്ക് ആളുകളുണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ലൈക്ക് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. കാരണം നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത്രയേ ഉള്ളൂ.
ഓക്കെ, ഇപ്പൊ എന്തായാലും ഇത് ഫൈനൽ ഇത് ആരാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും തന്നെയാണോ അഡ്വക്കേറ്റ് പറയുന്നത്? അത് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ലൈക്ക് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് നമുക്ക് സത്യത്തിൽ അറിഞ്ഞൂടാ. കാരണം ഇത് ഇപ്പം എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പം നടക്കുന്നുണ്ട് സത്യത്തില്. ട്രോളൊക്കെ ഇരുന്ന് കാണാറുണ്ടായിരുന്നോ? ട്രോളൊന്നും കാണുന്നില്ല എനിക്ക്. ദിൽഷ പക്ഷെ ഇപ്പൊ എന്ത് ചെയ്താലും ട്രോളാ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ട്രോള് മാത്രമല്ലല്ലോ വീഡിയോകളും. ബിഗ് ബോസ് മലയാളം 4ാം സീസൺ വിജയിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ദിൽഷയെ അറിയാവുന്നത്. ബിഗ് ബോസിന്റെ ഇത്രയും നാളത്തെ സീസണുകളിലെ ആദ്യ വനിതാ വിജയിയാണ് ദിൽഷ. ഒരു ഇന്ത്യൻ നടിയും നർത്തകിയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ ഹോൾഡറുമാണ്. ദിൽഷയെ മാത്രമാണ് ഇതുവരെ ഒരു വനിതാ കണ്ടസ്റ്റന്റ് ആയിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്. 2014 ഡാൻസ് റിയാലിറ്റി പ്രോഗ്രാമായ D4 ഡാൻസ് സീസൺ 1 ദിൽഷ മത്സരിച്ചത്. അതിൽ 5ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പിന്നീട് കാണാ കൺമണി എന്ന സീരിയലിൽ അഭിനയിച്ചു. 2016 ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച അഭിനയത്തിനുള്ള അവാർഡ് വരെ ദിൽഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ എത്തിയതോടെയാണ് ദിൽഷയെ പറ്റി കൂടുതൽ പേർ അറിയാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. ഡോക്ടർ റോബിനുമായുള്ള അടുപ്പവും പിന്നീട് റോബിനെ ദിൽഷ പറ്റിച്ചു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും, റോബിന്റെ വോട്ട് കൂടി കിട്ടിയിട്ടാണ് ദിൽഷ ബിഗ് ബോസ് ജയിച്ചത് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഇതിനടുത്ത് കേട്ടു. ഇപ്പോൾ റോബിന്റെ വിവാഹവുമായിരിക്കുകയാണ്. ബിഗ് ബോസിലുള്ള പല താരങ്ങളുമായിട്ടും പല മത്സരാർത്ഥികളുമായിട്ടും ദിൽഷ ഇപ്പോഴും വളരെ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ദിൽഷയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും റിയാസുമായിട്ടാണ് ദിൽഷയ്ക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. ഇപ്പോൾ റിയാസിനോട് തന്റെ വിവാഹമായി എന്ന് പറയുന്ന ദിൽഷയുടെ ഒരു ഇന്റർവ്യൂ ഭാഗമാണ് വൈറലായി മാറുന്നത്.